പീറ്റർ പാർക്കർ ഓസ്കോർപ്പിലെ ഇന്റേൺഷിപ്പിന്റെ ഭാഗമായിട്ട് മാഗ്നറ്റിക് ജനറേറ്ററിനെ പറ്റി പ്രസന്റേഷൻ നടത്തുകയാണ്. പീറ്റർ പാർക്കറിന്റെ പ്രസന്റേഷൻ ബെല്ലി വിറ്റ്മാന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അയാൾ പീറ്റർ പാർക്കറിനെ ഒരുപാട് ശകാരിക്കുന്നു. ബെല്ലി വിറ്റ്മാൻ പീറ്റർ പാർക്കറിനെ ശകാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഓസ്കോർപ്പിലെ ഒരു സ്റ്റാഫ് അവിടേക്ക് വന്നിട്ട് മിസ്റ്റർ നോർമൻ ഓസ്ബോൺ പീറ്റർ പാർക്കറിനെ നേരിട്ട് കാണണമെന്ന് പറയുന്നു. നോർമൻ ഓസ്ബോണിന്റെ ഓഫീസിലേക്ക് പോകുന്ന പീറ്റർ പാർക്കർ അവിടെ വെച്ച് നോർമൻ ഓസ്ബോണിന്റെ മകനായ ഹാരി ഓസ്ബോണെ കണ്ടുമുട്ടുന്നു. ഹാരി ഓസ്ബോൺ ആദ്യമായിട്ടാണ് പീറ്റർ പാർക്കറിനെ കണ്ടുമുട്ടുന്നതെങ്കിലും പീറ്റർ പാർക്കറിന് ഹാരി ഓസ്ബോണെ അറിയാം. കാരണം സ്പൈഡർമാൻ ഒരിക്കൽ സ്മഗേഴ്സിന്റെ പക്കൽ നിന്ന് ഹാരി ഓസ്ബോണെ രക്ഷപ്പെടുത്തിയതാണ്. പീറ്റർ പാർക്കർ നോർമൻ ഓസ്ബോണിന്റെ ഓഫീസിലേക്ക് പ്രവേശിച്ചതും നോർമൻ ഓസ്ബോൺ തന്റെ ഓഫീസിലെ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡ് അഥവാ പ്രൈവസി മോഡ് ആക്ടിവേറ്റ് ആക്കുന്നു. ഇനി അവർ പറയുന്നത് ആർക്കും കേൾക്കുവാനും പറ്റില്ല, അവിടെ എന്താണ് നടക്കുന്നതെന്ന് ആർക്കും കാണാനും സാധിക്കില്ല. നോർമൻ ഓസ്ബോൺ തന്റെ ഓഫീസിലെ പ്രൈവസി മോഡ് ആക്ടിവേറ്റ് ആക്കിയത് പീറ്റർ പാർക്കറിനോട് സ്പൈഡർമാനെ പറ്റി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ്.